എൻ്റെ പേര് ജീസൻ ഡാനിയൽ. ഞാൻ കഴിഞ്ഞ കോഴിക്കോട് LPST റാങ്ക് ലിസ്റ്റിലെ 92ാം റാങ്കായിരുന്നു. എൻ്റെ പേര് അമൃത. കഴിഞ്ഞ കോഴിക്കോട് ജില്ലയിലെ LPST റാങ്ക് ലിസ്റ്റിലെ 86ാം റാങ്കുകാരിയാണ്. എൻ്റെ പേര് ജീസൻ ഡാനിയൽ. ഞാൻ കഴിഞ്ഞ കോഴിക്കോട് LPST റാങ്ക് ലിസ്റ്റിലെ 92ാം റാങ്കായിരുന്നു. എൻ്റെ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ പേര് അമൃത. കഴിഞ്ഞ കോഴിക്കോട് ജില്ലയിലെ LPST റാങ്ക് ലിസ്റ്റിലെ 86ാം റാങ്കുകാരിയാണ്. 2020 ഞാൻ TTC കഴിയുന്നത്. അപ്പോൾ 2019 തന്നെ ഞാൻ കേട്ടറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, 2020 ശേഷമാണ് PSC പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ കുറേ സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പഠിക്കാനായിട്ട്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2-3 വർഷത്തിനടുത്ത് തന്നെ ഞങ്ങൾ അവിടുത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് സ്കൂളിലൊക്കെ പോയി പഠിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വന്നാണ് ഞങ്ങൾ പഠിച്ചത്. ഞാൻ 2020 DLED കഴിഞ്ഞത്. ഡയറ്റ് കോഴിക്കോട് നിന്നാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കൊറോണ ഒക്കെ ആയി. അപ്പോൾ പഠിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ കൊറോണ ഒക്കെ ഒന്ന് മാറി. അതിനുശേഷം ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് PSC കോച്ചിങ്ങിന് പോയി. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്ലാസ്സും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ വർക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പോൾ എങ്ങനെ മൊത്തത്തിൽ അവിടെ നിന്ന് SCRT കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് സംഘടിപ്പിച്ച് SCRT പഠിക്കാൻ തുടങ്ങി. പിന്നെ ഓരോ എക്സാം ടോപ്പിക് എക്സാംസ് ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി റാങ്ക് ഫയൽ നോക്കി ടോപ്പിക് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ട്രാക്കിലെത്തി. അപ്പോൾ പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാത്തത് എവിടെയാണ് മാർക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് നല്ലോണം മാർക്ക് പോകുന്ന ഏരിയ ആയിരുന്നു പിന്നെ കറണ്ട് അഫയേഴ്സ്. പിന്നെ ഇംഗ്ലീഷ് വലിയ ഇതില്ല. അപ്പോൾ ഇംഗ്ലീഷിലും ഗ്രാമർ അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓൺലൈൻ ആപ്പുകൾ PSC ചലഞ്ചർ പോലെയുള്ള ആപ്പൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അതിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. അങ്ങനെ അത്യാവശ്യം മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് PSC ചലഞ്ചർ ആപ്പ് തന്നെ നമ്മളെ ടോപ്പിക് വൈസ് അത്യാവശ്യം നോക്കിയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ തെറ്റിപ്പോകുമ്പോൾ അവർ പഠിക്കാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്യും, നിങ്ങൾ പഠിച്ചിരിക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു മോട്ടിവേഷൻ വരും. അങ്ങനെ അത് അത്യാവശ്യം പഠിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പഠനം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഈ 3 വർഷം കണ്ടിന്യൂസ് ആയി പോയിരുന്നില്ലല്ലോ? 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടില്ല. സ്കൂളിൽ പോകേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പ് വിട്ടിട്ടാണ് പഠിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ സ്കൂളിൽ അവിടുന്ന് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തരുന്ന ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ നോട്ട്ബുക്ക് എക്സാം എല്ലാ ദിവസവും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് അതിൽ നല്ല ഏകദേശം ഫുൾ മാർക്ക് എല്ലാ കുട്ടികളും മേടിക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ റിവിഷൻ നടത്തും. അങ്ങനെ ആ ക്ലാസ്സുകളിൽ എന്ത് ചെയ്തു, ഒരു ബേസ് നമുക്ക് കിട്ടി. അത് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അറേഞ്ച്ഡ് ഫോർമാറ്റിലായിരുന്നില്ല പഠനം നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഇന്ന് ബയോളജി കിട്ടി, നാളെ ചിലപ്പോൾ നമുക്ക് എക്കണോമിക്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞങ്ങൾ SCRT കടന്നു വരുന്നത്. SCRT ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അധ്യാപകരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ഇതാണെന്നുള്ളത് ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 5 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT പുസ്തകങ്ങളിലെയും എല്ലാ ഫാക്ട്സും നല്ല ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സാധിച്ചു. അപ്പോൾ SCRTയിലെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ഡീപ്പായിട്ട് തന്നെ അവിടുന്ന് പഠിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മെത്തേഡ്സ് യൂസ് ചെയ്യാനൊന്നുമില്ല. SCRT പുസ്തകങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് സംഘടിപ്പിച്ച് അതിലെ പിക്ചേഴ്സൊക്കെ നോക്കി നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന്ന് പിന്നെ ഒരിക്കലും അത് വിട്ടുപോകില്ല. അപ്പം അത്രയും നല്ല ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ പുസ്തകം നോക്കി തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഗൈഡൊക്കെ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അതൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, SCRT അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഒരു 70-80% SCRT ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ സ്കൂളിലേക്ക് പോയി. ഒരു 3-4 മാസത്തോളം എന്ത് ചെയ്തു, ഡെയിലി വേജ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും വേറൊരു ഘട്ടമായിരുന്നു. അതായത് ഏകദേശം ഏപ്രിലോട് കൂടി തന്നെ നമ്മളുടെ ഇത് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ
നോട്ടിഫിക്കേഷൻ അല്ല, ഡേറ്റ് വന്നു, എക്സാം ഡേറ്റ് വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. ഇനി ആകെ 3-4 മാസം, എത്ര ദിവസം, ഒരു 5 മാസം എങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച് മറന്നുപോയ കാര്യങ്ങളൊക്കെ റീകോൾ ചെയ്യണം, പഠിക്കാൻ വിട്ടുപോയതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തൊട്ട് നോക്കണം. അപ്പോൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കി. പ്ലാൻ എന്ന് പറഞ്ഞ ഇതായിരുന്നു, ഞാൻ സയൻസിൽ ഭയങ്കര ബാക്ക്വേർഡ് ആയിരുന്നു. അപ്പൊ സയൻസ് വിഷയങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം പഠിക്കാൻ വേണ്ടി പറ്റണം. അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ വൈഫാണ്. ഞങ്ങൾ അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞങ്ങളന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അവള് സയൻസ് ആയിരുന്നു +2 എടുത്തത്, ഞാൻ കൊമേഴ്സ് ആയിരുന്നു. എനിക്ക് സയൻസുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അങ്ങനെ സയൻസിലെ നമ്മുടെ ഐസോമെറിസം, പിന്നെ ഏതൊക്കെയായിരുന്നു, നമ്മുടെ അയോണിക ബന്ധനം, സഹസംയോജക ബന്ധനം, ഇതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഇരുത്തി പറഞ്ഞു തന്നത് അവള് അമൃതയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂടെ പഠിക്കാൻ ഒരാൾ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിലാക്കിയ ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മൾക്ക് ഒരു സെൽഫ് സ്റ്റഡി ടൈം വേണം എപ്പോഴും. നമ്മൾ ഏതൊക്കെ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറോ അതിൻ്റെ അടുത്ത സമയം നമ്മൾ സ്വന്തം ഇരുന്ന് പഠിക്കണം. അപ്പോഴായിരിക്കും നമ്മളെ കുറവുകൾ, ഡ്രോബാക്സ് നമുക്ക് മനസ്സിലാവുക. ചിലപ്പോൾ ഇപ്പൊ എനിക്ക് സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ ഞാൻ ഒറ്റയ്ക്ക് സയൻസ് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. അത് പിന്നീട് ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്കതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് എനിക്ക് CA കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഇത്രയും തലവേദനയുള്ള വേറൊരു വിഷയമില്ല. കാരണം ഓരോ പേരുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വല്ലാതെ നമുക്കിത് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറെ പേരുകളാണ് ഈ കറണ്ട് അഫയേഴ്സിലുള്ളത്. അപ്പോൾ അത് പഠിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാല് ചലഞ്ചറിന്റെ തന്നെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും എന്താണ് ഹെലികോപ്റ്റർ അപകടത്തിലൊക്കെ അന്നൊരു പ്രസിഡന്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഇപ്പോൾ കറക്റ്റ് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെയിട്ട് അതൊക്കെ അന്ന് പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് നല്ല എഫക്റ്റീവായിട്ട് ചലഞ്ചർ ആപ്പ് വഴി അന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റി. ഇംഗ്ലീഷ് ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് ആദ്യ ചെറുപ്പകാലം തൊട്ടേ ഇംഗ്ലീഷില് കുറച്ചൊരു വീക്ക് തന്നെയായിരുന്നു. അപ്പോൾ അന്നേരം പിന്നെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ബിഗിനർ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം അതേ ലെവലിൽ തന്നെ തുടങ്ങി. അപ്പോൾ അന്നേരം കുറച്ചുകൂടി പിന്നെ PSCക്ക് എങ്ങനെ വരുന്നത് എന്ന് മോഡല് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി PSC എക്സാമിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് അതൊക്കെ അപ്പോൾ ആ ഒരു രീതിയിലും പഠിച്ച് അങ്ങനെ കുറച്ച് മാർക്കൊക്കെ അതിൽ ഇമ്പ്രൂവ് ആയി. ഞങ്ങള് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയായിരുന്നു, ഞാനും ഹസ്ബൻഡും. പിന്നെ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെ കുറച്ച് ഫ്രണ്ട്സും. അപ്പൊ ഞങ്ങള് ക്ലാസ് കഴിഞ്ഞാലും എന്ത് ചെയ്യും, കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പഠിക്കും. പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലും പോവും. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് അത് മൊത്തം കവർ ചെയ്ത് എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മള് ഒരു മോഡൽ എക്സാം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് തിരിയാണ്ട് എവിടെയൊക്കെ ഇനിയും എന്തൊക്കെ കിട്ടാനുണ്ട്, അപ്പൊ ഞാൻ എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ മോഡൽ തന്നെ അത് നമ്മള് എന്താ പറയാ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അത് തന്നെയാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താനുള്ള നല്ലൊരു സ്റ്റെപ്പ്. ഇംഗ്ലീഷ് ഇപ്പോൾ ഞങ്ങൾക്കുള്ള ഒരു ടോപ്പിക്കില്ലേ, അപ്പോൾ അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ പിന്നെ ഞാൻ യൂട്യൂബിൽ കുറച്ച് ക്ലാസ് ഉണ്ട് എന്നുവെച്ചാൽ നമുക്ക് ബിഗിനേഴ്സിന് തൊട്ട് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാന്നൊക്കെയുള്ള അതൊക്കെ ഞാൻ കാണുകയും. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ എന്ത് ചെയ്ത് PSCക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് വരുന്നത്, അപ്പോൾ അത് പിന്നെ എങ്ങനെ പഠിക്കാന്നുള്ളതൊക്കെ ഓൺലൈനായിട്ടും അല്ലാണ്ട് ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചിന്. അങ്ങനെയാണ് അപ്പോൾ ഇംഗ്ലീഷ് കുറച്ച് റെഡി ആയി മാറി. നമ്മൾ ഇപ്പൊ ഒരു കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെഴുതാൻ പറ്റിയ ഒരു പരീക്ഷ അല്ലല്ലോ PSC എക്സാം. അപ്പോൾ അതുപോലെ ഞാനൊന്നും മുഴുവനും പഠിച്ചിട്ട് പോയി എഴുതിയ ഒരാളല്ല. എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എത്രയാണോ പഠിച്ചത് അത് പഠിച്ചിട്ട് അത് എന്ത് ചെയ്തു ഒന്നുകൂടി റിവിഷൻ ചെയ്തിട്ടാണ് പോയിട്ട് എക്സാം എഴുതിയത്. LPSCക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചതെങ്കിലും പിന്നെ അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ PSC എക്സാമും എഴുതുമായിരുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് കറണ്ട് അഫയേഴ്സും പിന്നെ മലയാളം, ഇംഗ്ലീഷ്, സയൻസ് അതൊക്കെ, പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, എത്രത്തോളം ഉണ്ട്, അതിന്റെ പ്രാധാന്യം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നേരം കുറെ LPSCന്റെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല നമുക്ക് പുറത്തുനിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ മടിയായിരുന്നു. ഒന്ന് പേപ്പർ വായിക്കാനും മടിയാണ്, പിന്നെ കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആയിട്ട് വായിച്ച് നോക്കുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതായിരുന്നു ഇഷ്ടം.
ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ആ ദിവസത്തെ ക്വസ്റ്റ്യൻ തെറ്റിച്ചത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ പ്രാവശ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ചോദിക്കും. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വൈസ് ആയിരുന്നു ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് LP-UP ഓരോ സബ്ജക്റ്റിൽ നിന്നായിരുന്നു കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കെമിസ്ട്രിക്ക് 5 മാർക്കിന്റെ എങ്ങാനും 5 മാർക്കിനോട് അടുത്ത് 2 മാർക്കിന്റെ എങ്ങാനും കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഇത്ര മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫയേഴ്സ് ചാലഞ്ചർ ആപ്പിൽ അന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് കെമിസ്ട്രി ബേസിൽ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും, ഇത് പ്രധാനപ്പെട്ടത് അത് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഈ PSC എക്സാം തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ സയൻസ് വിഷയങ്ങൾ എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കുന്നുള്ളതായിരുന്നു. കാരണം ഞാൻ സയൻസ് ബേസ് ആയിട്ടുള്ള ഒരു ഇതല്ല കോഴ്സ് അല്ല പഠിച്ചത്, ഞാൻ കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ആദ്യം എനിക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഈ എക്സാം എഴുതണം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. അതായത് മോഡൽ എക്സാംസ് എഴുതണം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതാണ്. മോഡൽ എക്സാം എഴുതിയപ്പോഴാണ് ഞാനും വൈഫുമായിട്ട് 10-15 മാർക്കിന്റെ വ്യത്യാസം എപ്പോഴും വരുന്നുണ്ട്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു അതെനിക്ക് പഠിക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും. അങ്ങനെ മാത്രം ഒരു സ്പെസിഫൈഡ് പ്രശ്നമായിട്ട് വന്നില്ല. പിന്നീടാണ് മനസ്സിലായത് ഈ നിരന്തരമായിട്ട് മാർക്ക് പോകുന്നത് എനിക്ക് സയൻസ് വിഷയത്തിൽ നിന്നാണ്. അതിലൊരു 20 മാർക്കിന്റെ ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ 12 എണ്ണം തെറ്റാണ് അതിനകത്ത്. അത് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അത് സയൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം തോന്നിയതും. സയൻസ് ഫോക്കസ് ചെയ്ത് പഠിച്ചപ്പോൾ തലവേദന അത് അത്രയും ഭീകരമായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സയൻസ് വിഷയങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. അതിന്റെ ബുദ്ധിമുട്ട് അത്രത്തോളം ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പോയിന്റ്സും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓരോ ഡൗട്ടും എനിക്ക് വൈഫിനോട് ചോദിക്കാൻ പറ്റുമായിരുന്നു. അത് എൻ്റെ ലൈഫിൽ ഒരു പ്ലസ് പോയിന്റ് ആണ്. ശരിക്കും അങ്ങനെ ഒരാളെ കിട്ടി എന്നുള്ളത്. സൈക്കോളജി വിഷയങ്ങൾ LP-UP ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. അത് ശരിക്കും പറഞ്ഞാൽ 20 മാർക്കിന്റെ വെയിറ്റ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് ഞങ്ങൾ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതെങ്ങനെ ഓവർകം ചെയ്തെന്ന് വെച്ചാല്, ഞങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എയിമിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സൈക്കോളജിന്റെ നോട്ട് ബുക്ക് എക്സാം നടത്തുമായിരുന്നു. അതായത് സൈക്കോളജി ഒരു ഓവറോൾ എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്തിട്ടുള്ള ഒരു നോട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു. ഇതിന്റെ പുറത്തുനിന്ന് ഒന്നും വരില്ല എന്നുള്ള ഒരു ബോധത്തിൽ പഠിച്ചു. കാരണം സൈക്കോളജി നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തീരുമില്ല, അതും ഇതൊക്കെ പഠിക്കേണ്ടി വരും. പക്ഷെ ആ നോട്ട്ബുക്ക് ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചു. ഒട്ടുമിക്ക കാര്യങ്ങൾ അതിനകത്ത് തന്നെയാണ് വന്നത്. പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ മാരത്തോൺ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അറ്റൻഡ് ചെയ്ത് അതിനകത്ത് നിന്നാണ് കൂടുതൽ മാർക്കുകളും കിട്ടിയത്. പിന്നെ കമ്പൈൻ സ്റ്റഡിയിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ എന്തെങ്കിലും ഫാക്ട്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൈക്കോളജി ഒരു മെയിൻ ആയിട്ട് നോട്ട്ബുക്ക് നോക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. സൈക്കോളജിന്റെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ആകെ ഒരു അരക്ഷിതാവസ്ഥയാണ്. പല സ്ഥലത്തുനിന്നും സ്കാറ്റേഡ് ആയിട്ട് ബ്രൂണറും വൈഗോഡ്സ്കിയും ഇതൊക്കെ ആരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, ഭാഷാവാദം ആരാണ്, മറ്റേ ഇതെന്താണ്, അതൊക്കെ നമുക്ക് തിരിയൂല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. PSC നിരന്തരമായിട്ട് ചോദിച്ച് പഴകിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, വൈഗോഡ്സ്കി ഇന്നതാണ്, പിയാഷെ ഇന്നതാണ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്പെസിഫൈ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും പഠിക്കാൻ പറ്റും. ചലഞ്ചർ ആപ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, നമുക്ക് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണോ, 10,000 കണക്കിന് ചോദ്യങ്ങൾ തരാൻ ചലഞ്ചർ ആപ്പ് തയ്യാറാണ്. അപ്പൊ അതിനകത്ത് അത്രയും ക്വസ്റ്റ്യൻസ് എന്തുണ്ടായിരുന്നു, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ പറയാം. നമുക്ക് ഇത് കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് പഠിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ചലഞ്ചർ ആപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 2027 ഇനിയിപ്പോൾ അടുത്ത LPST വരുന്നത്. അപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. ഏകദേശം 2020 തൊട്ട് 2024 വരുന്നവരെ അന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. 4 വർഷത്തോളം പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ തുടങ്ങിയ ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്കൊരു അൺസ്ട്രക്ചേർഡ് സ്റ്റഡി ആയിരിക്കും കിട്ടുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് മോഡൽ എക്സാം ആണോ ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ടോപ്പിക് വൈസ് പഠിക്കുന്നതാണോ ഇമ്പോർട്ടന്റ്, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 3-4 വർഷം ഇതിന്റെ പുറകെ നടന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയണം, ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ്, മോഡൽ എക്സാംസിനാണ്. കാരണം മോഡൽ എക്സാംസ് എഴുതുന്നതിനനുസരിച്ച് നമുക്ക് ആ അറിവ് മാത്രമല്ല കിട്ടുന്നത്, എക്സാം എങ്ങനെ എഴുതാന്നുള്ള ഒരു സ്കില്ലാണ്. ആ സ്കില്ല് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ തന്നെ ഒരു 8 മാർക്ക് 9 മാർക്കിന്റെ വ്യത്യാസം നന്നായിട്ട് എഴുതാൻ പഠിച്ച ഒരാൾക്ക് കിട്ടും. കാരണം എക്സാം എഴുതാനായിട്ട് അറിവ് മാത്രം പോരാ, അതിന്റെ ഒരു സ്കില്ലും കൂടി വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നോർമലായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ച് ഒരു PSC എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക, ഞാൻ പഠിച്ചതെല്ലാം ശരിയാണെന്നുള്ള ഒരു വിശ്വാസം എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് എക്സാം എഴുതുമ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു കുട്ടി എല്ലാ കാര്യങ്ങളും കർപ്പിക്കാൻ നോക്കും. എവിടെയെങ്കിലും കേട്ട് മറന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും PSC ചോദിക്കുക. അപ്പൊ ഇതെല്ലാം ശരിയാണെന്നുള്ള ധാരണയിൽ എല്ലാം കർപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോകും. പക്ഷെ എക്സാം എഴുതി പരിചയമുള്ള ഒരാൾക്ക് അറിയാം PSC ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇത് നമ്മളെ നെഗറ്റീവിലേക്ക് വീഴ്ത്താനുള്ള കളിയാണെന്നുള്ളത് കുറെ എക്സാം എഴുതിയ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
അങ്ങനെ നെഗറ്റീവ്സ് പരമാവധി കുറയ്ക്കാൻ പറ്റും. എക്സാമ്പിൾ എനിക്ക് തുടക്കത്തിൽ എഴുതുമ്പോൾ 15ന്റെ മേളിൽ നെഗറ്റീവ്സ് വന്നിട്ട് എനിക്ക് മാഷന്മാരുടെ അടുത്ത് ചെറിയ അടി കിട്ടും. ഞങ്ങൾക്ക് 15ന് മേളിൽ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞ് ഈ കഴിഞ്ഞ LPSTയിൽ എനിക്ക് ഏകദേശം 3 നെഗറ്റീവ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ വൈഫിനും അതേപോലെ തന്നെ 3 or 2 നെഗറ്റീവ്സ് അങ്ങനെ വന്നിട്ടുള്ളൂ. നെഗറ്റീവിന്റെ എണ്ണം കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മാർക്ക് കൂടും. അപ്പോൾ നമ്മുടെ മാർക്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു സംഭവമായിട്ട് ഈ മോഡൽ എക്സാം വർക്കൗട്ട് എന്ത് ചെയ്യും, മാറുകയാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നപ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് ഒരു ഉത്തരം അറിഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് 1 മാർക്ക് കിട്ടില്ല. അതിനോടനുബന്ധിച്ച ഫാക്ട്സ് കൂടി അറിയേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത്, SCRT പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് അതിൽ വരാവുന്ന എല്ലാ കാര്യങ്ങളും SCRTന്റെ ആ ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് മുഴുവൻ എന്ത് ചെയ്യുക, SCRTന്റെ ഒരു പേജ് പോലും വിടാതെ എല്ലാ കണ്ടന്റും പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അത് പോസിറ്റീവായിട്ടാണ് ബാധിക്കുക. അങ്ങനെ പഠിക്കാത്ത കുട്ടികൾക്ക് മാർക്ക് കുറയും. അപ്പോൾ നമുക്ക് SCRT നല്ലോണം പഠിച്ച കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും പറ്റും. റാങ്ക് ലിസ്റ്റിൽ നമുക്ക് പരമാവധി മുന്നോട്ട് വരാനും പറ്റും. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് PSC അന്നേരം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കിട്ടും. അങ്ങനെ വെച്ചാല് നമുക്ക് എന്താ പറയാ, ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, പിന്നെ അല്ലാണ്ട് മോഡൽ എക്സാം ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പൊ കൂടുതലായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാനും പിന്നെ വെറുതെ എന്താ പറയാ കുറെ ബുക്ക് നോക്കി പഠിക്കുമ്പോൾ നമുക്ക് ഈ ഫോണിൽ തന്നെ നമ്മൾ കുറെ സമയം പോകുമല്ലോ. അപ്പൊ ആ സമയം എങ്ങനെ ഉപയോഗപ്പെടുത്താന്നുള്ളത് കൂടി നോക്കി. അപ്പോഴാണ് ചലഞ്ചർ ആപ്പിനെ കുറിച്ച്, PSC ചലഞ്ചർ ആപ്പിനെ കുറിച്ച് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് അത് സംഭവം എന്താ വെച്ചാല്, എപ്പോഴും ബുക്കിൽ നോക്കിയിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഫോണിൽ നോക്കിയിരിക്കാനൊക്കെ എനിക്കിഷ്ടം. അപ്പൊ ഫോണിൽ നോക്കിയിട്ട് എങ്ങനെയാ എളുപ്പത്തിൽ പഠിക്കാൻ നോക്കിയത്, അങ്ങനെ പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കി, അങ്ങനെ ആണ് ചലഞ്ചറിൽ ആദ്യം എടുത്തത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫ്രീ വേർഷൻ ഉണ്ടായിരുന്നല്ലോ, അത് കുറെ ഇങ്ങനെ കളിച്ചു. പിന്നെ നമുക്ക് പരസ്പരം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോ ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ തമ്മിൽ ബെറ്റർ ആരാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, സ്പീഡിൽ ആരാ ചെയ്തെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു ആ സമയത്ത് ചെയ്യാനായിട്ട്. പ്രീമിയം ഇല്ലാണ്ട് തന്നെ നമുക്ക് കുറെ ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഗെയിംസ് ഒക്കെ എന്ന് പറയുന്നത് ശരിക്കും എല്ലാ ഇതിലും അങ്ങനെ പ്രീമിയം ഇല്ലാണ്ട് തന്നെ കുറെ ഫീച്ചർ അതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് ഗെയിംസ് അങ്ങനെ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാൻ പറ്റുന്നതൊക്കെ ശരിക്കും നല്ല ഫീച്ചറാണ്. പിന്നെ നമുക്ക് ടോപ്പിക്സ് എല്ലാം വേണ്ട ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കുമാണ് പ്രീമിയത്തിലൂടെ എടുത്തതും. ഓരോ ടോപ്പിക് വൈസും ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മോഡൽ എക്സാം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു നില അത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മളെവിടെ നിൽക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തു, ആ സമയത്ത് പ്രീമിയം വേർഷൻ എടുത്തു. അപ്പൊ എടുത്തു പറയാനായിട്ട് അവസാന കാലഘട്ടത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് തന്നെയാണ് കൂടുതലും. ക്വസ്റ്റ്യന്റെ പ്രശ്നം കുറവാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ആ സമയത്ത് ലൈവായിട്ട് എഴുതാൻ വേണ്ടി പറ്റൂല എക്സാം. ഞാൻ ഇവിടെ ഉണ്ടാവൂല ആ സമയത്തൊന്നും. അപ്പൊ കുറച്ചുകൂടി ഇത് തന്നെ ഫോളോ ചെയ്തിട്ട് എഴുതിയായിരുന്നെങ്കിൽ നല്ല, അങ്ങനത്തെ ഒരു ഇതിൽ എഴുതിയതാ. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ ഫാദർ ആണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് നല്ല സഹകരണമായിരുന്നു മൊത്തത്തിൽ. അപ്പൊ ഇത് കോച്ചിങ്ങിന് പോകാൻ തന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പം പങ്കെടുത്തില്ലെങ്കിലും അവർക്ക് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയാ, ഇപ്പൊ സാമ്പത്തികമായിട്ടാണെങ്കിലും നല്ല എന്താ പറയാ, ഇപ്പം പൈസ ഇല്ലാന്നോ അങ്ങനെ ഇനിയിപ്പം പോകണ്ടാന്നോ, പക്ഷെ അവർക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എത്തും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് ഒരു ഭാഗ്യമായി മാറിയിട്ടുണ്ട്. കാരണം ആണുങ്ങൾ ഒരു പ്രേമമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ നേരത്തെ കെട്ടിച്ചുവിടും. അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇവളെ വീട്ടിൽ നിന്ന് പഠിച്ച് പരീക്ഷ കഴിഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞത് ടെൻഷൻ ഫ്രീ ആയിട്ട് ആ സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഒരുമിച്ച് പഠിക്കാൻ ഒരു സ്ഥലത്താന്ന് അറിഞ്ഞിട്ടും വേണ്ടാന്നൊന്നും വീട്ടിൽ നിന്ന് പറഞ്ഞില്ല. വെച്ചാല് നമ്മളിപ്പോ മുന്നോട്ട് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് എന്തായാലും ഞങ്ങളെ മനസ്സിലുണ്ട്. ഇപ്പൊ കൂടി വന്നാൽ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാലും ഈ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് നമുക്കൊരു എന്താ പറയാ കൈത്താങ് തന്നെയാണ്. അപ്പൊ ഞങ്ങളൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സെക്യുലർ ആയിട്ടുള്ള പ്ലേസ് ആണ്. കാരണം അതിൽ നമ്മളെ മതത്തിന്റെ പേര് വെച്ചിട്ട് ആരും ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല. നമ്മളെ ജോലി എപ്പോഴും സേഫ് ആണ്. നമ്മൾ ഏത് മതത്തിലുള്ള കല്യാണം കഴിച്ചാലും. അപ്പൊ അതൊരു പ്രൈമറി സംഭവമായിരുന്നു. ഗവൺമെന്റ് ജോലിക്ക് കയറുക, അത് നമുക്ക് എന്ത് ചെയ്യും, ജീവിതകാലം മുഴുവൻ സേഫ്റ്റി തരുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ ഇനിയിപ്പോ അടുത്ത എക്സാം അതെങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കണ്ട് അപ്പൊ അതിന് യോജിച്ച രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പം എന്നുവെച്ചാല് ഇങ്ങനെ നമ്മളെ അവസാന ഘട്ടത്തിൽ ഒരിക്കലും ഇങ്ങനെ വാരി വലിച്ചു പഠിക്കാൻ പാടില്ല. അപ്പോൾ എന്നുവെച്ചാല് നമ്മൾ പഠിച്ചത് തന്നെ ഇങ്ങനെ
എന്നാ അത് തന്നെ ഒന്ന് എന്താ ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ നമ്മള് കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കും. പിന്നെ ഈ ടെൻഷൻ അടിച്ചിട്ട് നമ്മള് പുതിയ കാര്യങ്ങളൊന്നും ഇങ്ങനെ എന്താ പറയാ അത് പഠിച്ചില്ലല്ലോ ഇത് പഠിച്ചില്ല അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ പഠിച്ച കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതാണ് നമ്മളെ എന്താ പറയാ എന്തായാലും വിജയത്തിലേക്ക് എത്തിക്കും. അയാള് ക്ലർക്കിനൊന്നും നോക്കിയിട്ടില്ല അങ്ങനെ ശരിക്കും ഇതായിട്ട്. ഈ ഒരു എക്സാമിനാണ് നോക്കിയത്. പിന്നെ എന്താണ് ഗിവപ്പ് ചെയ്യാതെ, അതേ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിലും അങ്ങനെയാണല്ലോ. കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്തതിന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, എന്തായാലും നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നമ്മൾ ജോലിയൊന്നും ഇല്ലാണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയത്തക്ക ജോലിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പം നമ്മൾ ആ സ്ട്രഗിൾസ് ഒക്കെ നമ്മൾ എന്താ സ്വാഭാവികമാണെന്ന് വിചാരിക്കുക. അതിന്റെ മുമ്പിൽ വീഴാതെ നമ്മൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. അവസാനത്തെ ഒരു ദിവസം നമ്മുടെ ഒരു ദിവസം വരും, നമ്മുടേതായ ദിവസം വരും. അന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാപ്പി ചെയ്യാൻ പറ്റും. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ആരോഗ്യകരമായ കോമ്പറ്റീഷൻ ആയിരുന്നു. ഇപ്പൊ ഒരു 100 മാർക്കിലുള്ള ഒരു പരീക്ഷകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇവക്ക് ഒരു മാർക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ എനിക്കാരും കൂടുതൽ കിട്ടുന്നത്. ഒപ്പത്തിനൊപ്പം എത്തണം എന്നുള്ള എനിക്കും കുറഞ്ഞു അങ്ങനത്തെ ഒരു. ഇനി അഥവാ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കുറഞ്ഞു പോയാൽ ഇവളെന്ത് ചെയ്യും, അത് എവിടെയാ കുറഞ്ഞെന്ന് നോക്കിയിട്ട് ആ പോർഷൻസ് ഇവളെ തന്നെ എനിക്ക് പറഞ്ഞു തരും. നേരത്തെ പറഞ്ഞ അയോണിക ബന്ധനമൊക്കെ അങ്ങനെ വന്നതാ. കാരണം അതൊന്നും എനിക്ക് എത്ര പഠിച്ചിട്ടും തലയിൽ കയറാത്ത കാര്യമായിരുന്നു. അപ്പൊ എക്കണോമിക്സ് എനിക്ക് വലിയ രീതിയിൽ അറിയില്ല. അപ്പൊ അത് ഇവനാ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതൊരു നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ മോഡൽ എക്സാം ചെയ്യുമ്പോ എന്താ കുറെ തെറ്റ് ആദ്യം വരുത്തും. അപ്പൊ ആ തെറ്റ് ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ 10 കൂടെ തെറ്റാണെങ്കിൽ അടി കിട്ടും. അപ്പൊ അടി വാങ്ങിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് തന്നെ മാക്സിമം എന്ത് ചെയ്ത് തെറ്റുകള് അറിയാത്ത കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിച്ചു. പിന്നെ എന്തായി എല്ലാരും ഇങ്ങനെ അനുഭവത്തിൽ നിന്ന് പറയാൻ തുടങ്ങി, എന്റെ നെഗറ്റീവ് മാർക്കാണ് എന്റെ ലിസ്റ്റിൽ നിന്ന് എന്നെ താഴോട്ട് പോയത്, അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ എന്ത് മനസ്സിലായി, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതുക, ഈ നെഗറ്റീവ് വരുത്താണ്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ പതുക്കെ നമ്മള് അറിയുന്ന കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി, കുറച്ച് കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നെഗറ്റീവ് വേണ്ടാന്ന് തന്നെ നമ്മൾ മനസ്സിലുറപ്പിക്കുക. അറിയുന്ന മാത്രമേ എഴുതാം. നമ്മുടെ ഒരു നിമിഷത്തെ ഒരു അമിതാത്മവിശ്വാസം ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട 2-3 മാർക്കായിരിക്കും പോകുന്നത്. ഈ 2 ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ശരിക്കും പോയിന്റ് 3 മാർക്കിന്റെ വ്യത്യാസം ഉള്ളത്. പക്ഷെ റാങ്ക് വ്യത്യാസം വന്നപ്പോഴത്തേക്ക് 5 റാങ്കിന്റെ വ്യത്യാസം വന്നു. അപ്പോൾ ഒരു 2, 3, 4 മാർക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു 100-ാം റാങ്കിൽ നിൽക്കേണ്ട ആളെ ചിലപ്പോൾ 150-200 റാങ്കിലൊക്കെ എത്തിപ്പോകും. നമ്മുടെ ഭാവി നമ്മൾ എന്തിനാണ് ഒരു അമിതാത്മവിശ്വാസം കൊണ്ട് നശിപ്പിക്കുന്നത് വിചാരിച്ചിട്ടാണ് നമ്മൾ നെഗറ്റീവ്സ് പരമാവധി എന്ത് ചെയ്തത്, താത്താൻ ശ്രമിച്ചത്. അത് ആ ഫൈനൽ എക്സാമിൽ വിജയിച്ചു. അത് ചിലപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവാണ് കുറെ കുത്തണം. പക്ഷെ അത് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമ്മൾ റെഗുലർ ആയിട്ട് എക്സാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് കുറഞ്ഞു കിട്ടും.